എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ഓൺ UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ വിദ്യാർത്ഥികൾ കടന്നുകൂടുന്ന ഏറ്റവും കംഫർട്ടായിട്ടുള്ള മറ്റൊരു രാജ്യമാണ് ന്യൂസിലാൻഡ്. +2 കഴിഞ്ഞ് ഇനി എന്ത് ഫ്യൂച്ചർ പ്ലാൻ? പരീക്ഷാ ഫലം വന്നു കഴിഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഈ വരികൾ വായിക്കുന്ന ചിലരെങ്കിലും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെങ്കിലും ഈ ചോദ്യം അഭിമുഖീകരിച്ചിട്ടുണ്ടാകും. മനസ്സുണ്ടെങ്കിൽ ഏതൊരാൾക്കും വിദേശ പഠനം സാധ്യമായിരിക്കെ മികച്ച പഠനാവസരം നഷ്ടമാകുകയാണോ? വിദേശ പഠനത്തിനായി മലയാളികൾ തിരഞ്ഞെടുക്കുന്ന പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് ന്യൂസിലാൻഡ്. മികച്ച കാലാവസ്ഥ, ആഗോള നിലവാരമുള്ള സർവകലാശാലകൾ, ഗവേഷണ അവസരങ്ങൾ, കുറ്റകൃത്യങ്ങൾ കുറവുള്ള താരതമ്യേന ശാന്തമായ ജീവിത സാഹചര്യം, പഠനത്തിന് ശേഷം രാജ്യത്ത് തുടരാൻ അനുവദിക്കുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ, ഉയർന്ന ജീവിത നിലവാരം, കുറഞ്ഞ പഠന ചെലവ് എന്നിങ്ങനെ ന്യൂസിലാൻഡിനെ ആകർഷകമാക്കുന്ന ഘടകങ്ങൾ പലതാണ്. +2 കഴിഞ്ഞവർക്ക് സാധ്യത എന്തൊക്കെയാണെന്ന് നോക്കാം. എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, ക്വാണ്ടിറ്റി സർവേയിങ്, നഴ്സിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ലൈഫ് സയൻസ് എന്നിങ്ങനെ ഒട്ടേറെ കോഴ്സുകൾ +2 കഴിഞ്ഞവർക്ക് ന്യൂസിലാൻഡിലെ പഠനത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്ലാൻഡ് സർവകലാശാല, ഒഡാഗോ സർവകലാശാല, മാസേയ് സർവകലാശാല, വിക്ടോറിയ യൂണിവേഴ്സിറ്റി ഓഫ് വെല്ലിംഗ്ടൺ, കാൻഡർബറി സർവകലാശാല എന്നിങ്ങനെ QS വേൾഡ് റാങ്കിങ്ങിൽ അടക്കം ഇടം പിടിച്ച എണ്ണം പറഞ്ഞ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ന്യൂസിലാൻഡിൽ ഉള്ളത്. +2 കഴിഞ്ഞവർക്ക് ഫെബ്രുവരി, ജൂലൈ, ഒക്ടോബർ ഇൻടേക്കുകൾ ലഭ്യമാണ്. ഇതിനായി 6 മുതൽ 8 മാസം മുൻപ് അപേക്ഷിക്കണം. ഭാഷാ പരിജ്ഞാനം പരീക്ഷകളായ TOEFL, PTE, ലാംഗ്വേജ് സെറ്റ്, IELTS എന്നിവയെ സ്കോറുകൾ മുഖ്യമാണ്. 10+2 ക്ലാസ്സുകളിലെ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റുകളും, പാസ്പോർട്ട്, IELTSന്റെ PTE സ്കോർ കാർഡ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, പ്രൂഫ് ഓഫ് ഫണ്ട്, മെഡിക്കൽ ക്ലിയറൻസ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പാൻ എന്നിങ്ങനെയുള്ള രേഖകൾ ന്യൂസിലാൻഡിലെ പഠനത്തിന് ശ്രമിക്കുന്നവർ കയ്യിൽ കരുതണം. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വിസ ലഭിച്ചു കഴിഞ്ഞ് കോഴ്സ് തുടങ്ങുന്നതിന് 1-2 ആഴ്ച മുൻപ് ന്യൂസിലാൻഡിൽ എത്തും വിധം യാത്ര ആസൂത്രണം ചെയ്യുകയും വേണം. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പോകാനുള്ള ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് ന്യൂസിലാൻഡ്. വിദേശ പഠനത്തിനായി പോകുന്നവർക്ക് ന്യൂസിലാൻഡ് ഏറ്റവും നല്ലൊരു രാജ്യമായി മാറിയിരിക്കുന്നു. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.